ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. 2024 ചോദിച്ച് സ്റ്റേജ് 1ൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2022 ജാനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്ന ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്തത്? ആൻസർ എന്ന് പറയുന്നത് നാഗാലാൻഡാണ്. അപ്പം 1972 ജാനുവരി 21 നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ മണിപ്പൂർ, മേഘാലയ, ത്രിപുര. 1972 ജാനുവരി 21. നാഗാലാൻഡ് നിലവിൽ വന്നത് 1963 ഡിസംബർ 7 ഇന്ത്യയിലെ ആദ്യ ഹരിത വില്ലേജ് കെനോമ, നാഗാലാൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യവസായവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് ചന്ദ്രബോസ് ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് 1938. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാന യോജന ഭവൻ. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. അപ്പോൾ ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ക്വസ്റ്റ്യന്, വ്യവസായവൽക്കരണത്തിൻ്റെ 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയും 12504 മൈൽ ദൂരത്തെ രാജ്യവ്യാപകമായ പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് ഹരിജൻ യാത്ര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഹരിജൻ എന്ന പേര് വാരിക ആരംഭിച്ചത് എന്നാണ് 1933. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി രൂപീകരിച്ച സംഘടനയാണ് ഹരിജൻ സേവാ സംഘടന. ഹരിജൻ ധനസമാഹരണത്തിനായി ഗാന്ധിജി 4ാമതായി കേരളം സന്ദർശിച്ച വർഷം 1934 ജാനുവരി 10. അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതെന്ന് വെച്ചാൽ പുരാണ കിലയാണ്. പുരാണ കിലയുടെ നിർമ്മാണം ആരംഭിച്ച ഭരണാധികാരി ഹുമയൂണാണ്. അപ്പോൾ പുരാണ കില അക്ബറിൻ്റെ കാലത്ത് നിർമ്മിക്കാത്ത കോട്ടയാണ്. അപ്പോൾ അക്ബറിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട കോട്ട ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹബാദ് കോട്ടയാണ്. പുരാണ കില എന്ന് വെച്ചാൽ ആരംഭിച്ചത് ഹുമയൂൺ ആണ്. പുരാണ കിലയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഭരണാധികാരി ഷെർഷാ സൂരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വയനാടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് വെച്ചാൽ ആൻസർ രാമൻ നമ്പിയാണ്. അപ്പോൾ കുറിച്യ കലാപം നടന്നത് 1812. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ ആണ്. കുറിച്യ ലഹളയുടെ നേതാവ് രാമൻ നമ്പിയാണ്. ബ്രിട്ടീഷ് സൈന്യം രാമൻ നമ്പി പിടികൂടിയത് 1812 മെയ് 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. പെരിനാട് ലഹള നടന്ന വർഷം 1915. പുലയരുൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത്. പെരിനാട് ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് കല്ലുമാല സമരം എന്നാണ്. അപ്പോൾ പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയ അയ്യങ്കാളി 1915 നടന്നത്. പെരിനാട് ലഹളയുടെ മറ്റൊരു പേര് കല്ലുമാല സമരം. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1991 സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് എറണാകുളം ആണ്. സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണെന്ന് വെച്ചാൽ കോട്ടയമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധകുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ആൻസർ ന്യൂറംബർഗിലാണ് വിചാരണ ചെയ്യപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലയളവ് 1930 മുതൽ 1945 വരെയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്തു. മ്യൂണിക് ഉടമ്പടി നടന്ന വർഷം എന്താണെന്ന് വെച്ചാൽ 1938 സെപ്റ്റംബറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രമായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ആൻസർ ജീൻ ജാക്കസ് റൂസോ ആണ്. അപ്പോൾ റൂസോ ആണ് പറഞ്ഞത് മനുഷ്യൻ സ്വതന്ത്രമായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണെന്ന്. റൂസോ ജനിച്ച രാജ്യം സ്വിറ്റ്സർലൻഡാണ്. റൂസോയുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് ദ സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്.
ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിള് അദ്ദേഹം ജനിച്ച രാജ്യം സ്വിറ്റ്സർലൻഡാണ്. സോഷ്യൽ കോൺട്രാക്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഔദ്യോഗിക ഭാഷ അല്ലാത്ത പോർച്ചുഗീസ് ആണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ആൻസർ എന്ന് പറയുന്നത് കോഴിക്കോട് വരെയാണ് നീട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏതാണ് ഇന്ത്യയിലെ ഭൂതാപനിലയല്ലാത്തത്? 1 താതാപാനിയും പുകയുമാണ്. താതാപാനിയും പുകയുമാണ് ഇന്ത്യയിലെ ഭൂതാപനിലയം അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റ് എന്ന് വെച്ചാൽ മണൽക്കല്ല് സിറ്റാണ് തെറ്റായിട്ടുള്ളത്. ഗ്രാനൈറ്റ് ഗ്നീസ്, ചുണ്ണാമ്പുകല്ല് മാർബിള്, ഷെയിൽ സ്ലേറ്റ്. സർവേ ഓഫ് ഇന്ത്യയുടെ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? പോളിക്കോണിക് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമി അനുഭവപ്പെട്ട നോട്ട ഏത് ഏഷ്യൻ രാജ്യത്താണ്? ജപ്പാനാണ്. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. പണനയത്തിൻ്റെ ഉപകരണങ്ങൾ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോമാണ്. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതി. ഫാക്ടർ ചെലവ് GDP ഏതിന് തുല്യമാണ്? ഫാക്ടർ ചെലവ് GDP ഏതിന് തുല്യമാണെന്ന് വെച്ചാൽ വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതി. അപ്പം വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതിയാണ് ഫാക്ടർ ചിലവ് GDP. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 9ാം പഞ്ചവത്സര പദ്ധതി. എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിന് താഴെ പറയുന്ന ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈശ്രം പോർട്ടൽ ആരംഭിച്ചത്? ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ പറയുന്ന ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത്? ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുകയാണ്. വിഷ്വൽ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നത് ശരിയായത് 1, 2. പൊതുസേവനങ്ങൾ പൗരന്മാരുടെ വീടിനടുത്ത് എത്തിക്കുക. കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതാണ് ശരിയായത്? സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം, സംയോജനത്തിൻ്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് ആത്മനിർഭർ ഭാരത് റോജ്ഗാർ യോജന. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർഷിക പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്ന് 50 കുറച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ പരിഗണിക്കുക. ഇവയിൽ ശരിയായിട്ടുള്ളത് 2 മാത്രമാണ്. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ 1946 ഡിസംബർ 6-നാണ്. ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ നെഹ്റു ലക്ഷ്യപ്രമേയം പ്രഖ്യാപനം അവതരിപ്പിച്ച 1946 ഡിസംബർ 13-നാണ്. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നത് ഏതിന് വിധേയമാണെന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞവയെല്ലാം പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളും വന്യജീവികളുടെയും സംരക്ഷണത്തിന് വ്യവസ്ഥ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2ഉം 3ഉമാണ്. 48A-യും 51A-യുമാണ്. ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത്
നിർബന്ധമാണ്. അപ്പോൾ സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞ 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. 106 ഭരണഘടനാ ഭേദഗതിയെ വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A ആണ്. ആർട്ടിക്കിൾ 330A 332A ഉൾപ്പെടുത്തൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2023 വിംബിൾട്ടൺ വിജയം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം അഗ്നിസാക്ഷിയാണ്. ഓസ്കാർ നേടിയ ആദ്യ മലയാളി റസൽ പൂക്കുട്ടി. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? 18,426. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് SL പുരം സദാനന്ദൻ. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് S ഗുപ്തൻ നായർ. കുമാരനാശാൻ അന്തരിച്ച വർഷം 1924. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ G അരവിന്ദൻ. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ലയണൽ സ്കലോനി. കേരളത്തിലെ ഏതു ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ്? മലപ്പുറം. താഴെ പറയുന്നത് പൊരുത്തപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഹബ്ബ് എന്ന് പറയുന്നത് നിരവധി കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. റൂട്ടർ എന്ന് പറയുന്നത് 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. റിപ്പീറ്റർ എന്ന് പറയുന്നത് നെറ്റ്വർക്കിലെ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. ഗേറ്റ്വേ എന്ന് പറയുന്നത് വ്യത്യസ്ത പ്രോട്ടോകോൾ കൈകാര്യം ചെയ്യാൻ കഴിയും. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റകളും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്ററി മെമ്മറി സിസ്റ്റമാണ് ക്യാഷെ മെമ്മറി. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറോ ഉപഭോക്തൃനാമങ്ങൾ പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് വെബ് ജാക്കിങ്. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. ലാറി പൗജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിലൊന്നാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. താഴെ പറയുന്ന ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതി ഉൽപ്പാദനത്തെ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. സൗരോർജ്ജം, കാറ്റുശക്തി, ബയോമാസ്. താഴെ പറയുന്ന ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? ബി ആണ് ആൻസർ. XP ആണ്. ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനുകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുമോ? ഇവ ശരിയായിട്ടുള്ള 1, 2, 3, 4 ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താനും കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. സൂര്യ-ഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് ദൂരം എത്രയാണ്? ഭൂമിയിൽ നിന്ന് 1.5 ലക്ഷം കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ മാത്സ് ക്വസ്റ്റ്യൻ ആണ്. മാത്സ് ക്വസ്റ്റ്യൻ. ഇനി നോക്കുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് പാർട്ട് ഓഫ് ദ സ്പീച്ച് ദ വേർഡ് ക്വിക്ക്ലി ആഡ്വേർബ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ് സ്പെല്ലിങ് 2, 3 അത് നെസസറിയും. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ്. ആൻസർ വരുന്നത് ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ് ആണ്. ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ അല്ല വരുന്നത്, ഓൺ ആണ് വരുന്നത്. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഓൺ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ് എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? നൺ ഓഫ് ദ എബോ ആണ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ് ആണ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. അത് ഈച്ച്, എവറി, എയ്ത, നെയ്ത, എനിബഡി, സം, ബുക്ക്, നൺ എക്സെട്ര യൂസ് സിംഗുലർ നൗൺ ആൻഡ് സിംഗുലർ വെർബ്. സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കണം. Identify the sentence with the correct use of passive voice. The cake was baking in the oven. Select the sentence proper use of a capitalization. B ആണ് ആൻസർ വരുന്നത്. കറക്റ്റ് ആൻറ്റോണിം ഓഫ് ദ കംഫർട്ടബിളിൻ്റെ ആൻറ്റോണിം എന്ന് വെച്ചാൽ അൺകംഫർട്ടബിൾ ആണ്.
Choose the sentence with the correct usage of a phrase or verb given in. He gave in to his friend's request. Identify the sentence with the correct usage of gerund. She enjoys swimming in the ocean. The excessive use of word verbosity ആണ്. ഡയറക്റ്റ് സ്പീച്ച് ഐ വോണ്ട് ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഷി സേഡ് റിപ്പോർട്ട് ചെയ്യാൻ ഷി സേഡ് ഷി വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് മീറ്റിംഗ്. Which sentence use the correct comparative degree? She runs faster than him. Idiom ആണ് to spill the beans, to reveal a secret. മലയാളം വിദ്യുത് ശക്തിയാണ്. ശരിയായ വാക്യം 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. എനിക്ക് തലവേദനയുണ്ട്. ഐ ആം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക്. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. പക്ഷിക്കൂട് പര്യായമായി വരുന്നത് നീട്ടം. വാക് പ്ലസ് വാദം വാഗ്വാദം. അമരം എന്നതിൻ്റെ വിപരീത പദം അണിയം. പഴഞ്ചൊല്ല് അധികമായാൽ അമൃതും വിഷം. ശരി ഉത്തരം തിരഞ്ഞെടുക്കാനാണ് വെച്ചാൽ താവഴി തായ് പ്ലസ് വഴിയാണ്. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനം കണ്ടെത്തി? ഏകവചനം.